ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയത് ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ ടൗണിൽ നിന്ന് അയില വാങ്ങിയിട്ടുണ്ട്. അയിലയും അതിൻ്റെ കൂടെ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ബ്ലോഗിൽ കാണിച്ചിട്ട് ഇപ്പം ഞാൻ നല്ല വലിയ അയിലയാണ്. ഭയങ്കര എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് ഇത്ര വലിയ അയില. അപ്പോൾ ഈ അയില കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാം നമുക്ക്. കുറച്ച് മത്തി, നല്ല മത്തി കണ്ടാ, വലിയ മത്തി. ഇത് എനിക്ക് നാളെ പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല മത്തി. ഇത് മൂസിട്ട് അടവെക്കും. ഇത് നമുക്ക് മുളകിടാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ ചൂളി ഒന്ന് കളയാം. എന്നോട് ഇതിനിടയ്ക്ക് ആരോ മത്തി മുറിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മത്തി എങ്ങനെയാ മുറിക്കുക ചേച്ചി എന്ന് കാണിച്ചു തരണേ. മത്തിയും മാന്തി എങ്ങനെയാ മുറിക്കുകയെന്ന്. അപ്പോൾ മാന്ത മുറിക്കുന്ന സമയത്ത് എനിക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മത്തി മുറിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതേ ആൺകുട്ടിയാണ് ചോദിച്ചത്. അപ്പോൾ അത് പുറത്തുള്ള ആരോ ആയിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം കത്രിക കൊണ്ട് അതിലേൻ്റെ ഈ സൈഡിലത്തെ ഇത് കളയുക, ചിറക്. ചില ആൾക്കാർ ചിറകൊന്നും സൈഡിലത്തെ ചിറകൊന്നും കളയില്ല, അതെല്ലാം കളയണം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുക. ഒരു കത്രിക വാങ്ങിയിട്ട് ഇതൊന്നും ചില ആൾ കട്ട് ചെയ്യില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ പോയി ഒരു കറി വെച്ചിട്ടാകുമ്പോൾ ഈ വാലിൻ്റെ ഈ സാധനം എല്ലാം ഉണ്ടാകും അതിൻ്റെ അകത്ത്. അത് വലിയ പണിയൊന്നുമില്ല. ഇത് കട്ട് ചെയ്യുക. നമുക്ക് പഴയ മുകളിൽ കത്തി ഈ കത്തീനെ കൊണ്ട് ഇങ്ങനെ അയില മുറിക്കാം. കുറേ ഇങ്ങനെ മുറിക്കാത്ത. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വിഭവം ഉണ്ടാക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ കത്തി ഞാൻ കുറേ മുറിക്കാതെ, ഞാൻ കത്രിക തന്നെ ഉപയോഗിക്കാറ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഈ കറുപ്പ് സാധനമെല്ലാം കളയണം, ഇതെല്ലാം കളയണം. എന്നിട്ട് അപ്പം മത്തി എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മത്തി എങ്ങനെ പിടിക്കുക. നമ്മളിപ്പം വീട്ടിൽ നിന്ന് മുറിക്കുന്ന പോലെ എന്തായാലും ആണെങ്കിൽ പുറത്ത് സ്ഥലത്ത് പോയ ആണുങ്ങൾക്ക് ഒന്ന് മുറിക്കാൻ കഴിയില്ല. അപ്പം മത്തി എടുക്കുക, ഇതുപോലെ പിടിക്കുക. ഇതിൻ്റെ ഇവിടുന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ചൂളി കളയുക. ഇതുണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഫുൾ ചൂളിയുണ്ട്. ഈ സൈഡിലെല്ലാം ചൂളിയുണ്ടോ അതെല്ലാം കളയണം. ഇവിടുന്ന് ഇതുപോലെ ഈ കത്തി വേണമെന്നില്ല. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അടിപൊളി കത്തിയാണ്. എൻ്റെ വീട്ടിൽ ഇതൊന്നുമല്ല, എൻ്റെ വീട്ടിൽ വലിയ കത്തിയാണ്. ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെക്കൊണ്ട് മുറിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏത് കത്തിയാലും കുഴപ്പമില്ല. പിശാ കത്തി എന്നിട്ട് കത്രിക എടുക്കുക. ഇവിടുന്ന് തല വേണ്ടിക്കുന്ന നമുക്ക് ഈ തലേനെടുക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. തല വേണ്ടതാണെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെക്കുക ആദ്യം. അതിന് ശേഷം ഇതിൽ മുട്ടയുണ്ട് കണ്ടോ, എല്ലാത്തിനും മുട്ടയുണ്ട്. ഇതെടുത്തിട്ട് ഇങ്ങനെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. മത്തി മുറിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. വെപ്പല്ലേ. തല വേണ്ടെങ്കിൽ നമുക്ക് തല കട്ട് ചെയ്ത് കളയാം. തല വേണ്ടിക്കൽ ഇത് വെച്ചിട്ട് നമുക്ക് പൊരിക്കുമ്പോൾ തല രസം ഉണ്ടാവും. ഇതാണ് മുറിച്ച് വെച്ച അയില. ഞാനിങ്ങനെ വരയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോന്നും വരയിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾ, മുളക് പൊടി ഞങ്ങൾക്ക് അറിയില്ല ഒരു 3 അയിലക്ക് എത്ര വേണമെന്നുള്ള കാര്യം. ഇത് പിന്നെ കാശ്മീർ ചില്ലിയാന്ന്, അതുകൊണ്ട് നല്ല കളറുണ്ടാവും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചതാണ്. ഇത് ചേർക്കാം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. നല്ല പേസ്റ്റ് ആക്കുക. പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതിന് ഓരോന്ന് തേച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ പൊരിക്കുന്ന പോലെ തന്നെ ഇത് ഫ്രൈ ചെയ്ത് ഒരുപാട് ആയില്ലെങ്കിൽ സാധാരണ നല്ലപോലെ ആയാലും കുഴപ്പമില്ല, പകുതി പോകാനും സാരമില്ല. നമുക്കിത് ഇതിനെ കൊണ്ടാണ് നമ്മൾ കറി വെക്കുക ഫ്രൈ ചെയ്തിട്ട്. ഞാൻ ഇതിന് വേണ്ട മസാല റെഡിയാക്കുന്നുണ്ട്. ഉള്ളി, ഒരു വലിയ ഉള്ളിയാണ് എടുത്തത്. 2 തക്കാളി, 2 3 അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്, നല്ല നാടൻ കറിവേപ്പിലയുണ്ട്. പുളി ആവശ്യത്തിന് പുളിയുടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളവരെ ഉപയോഗിക്കാം. നമുക്ക് പാചകത്തിലേക്ക് പോകാം. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി.
വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ ഇടാം. ഉലുവ ഇട്ടിട്ട് പൊട്ടുന്ന സമയത്ത് പൊട്ടട്ടെ. ഇതിൻ്റെ ഇല്ലാത്ത സാധനം പോകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സാധനമാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. കിഴങ്ങാണ് കേട്ടോ, വേറെ നല്ല. അപ്പോൾ കിഴങ്ങ് വെന്ത് കഴിഞ്ഞ് 2 വിസിൽ വന്ന് കിഴങ്ങ് വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉള്ളി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാല ഇടുന്ന ആകുമ്പോഴേക്ക് നമുക്കിവിടെ ഫ്രൈ ഉണ്ടാക്കണം. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. ഇതാ ഉള്ളി പൊളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒന്നും പണിയെടുക്കാൻ കിട്ടുന്നില്ല. ഈ ഗ്യാസ് ചെറുങ്ങനെ ഇതാകുന്നുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 2 ഗ്യാസിൻ്റെ അപ്പുറം വിട്ട് പണിയെടുത്ത് ശീലമില്ല. അപ്പോൾ വീട്ടിൽ നമുക്ക് മെല്ലനെ ആവുള്ളൂ. അപ്പോൾ മെല്ലനെ ഇതായി വരട്ടെ. ഉള്ളി നല്ലോണം വഴഞ്ഞ് വരണം, നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കണ്ട. അത് വേവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സ്ഥിരമായിട്ട് കല്ലുപ്പ് ഉപയോഗിക്കൽ, പൊടിയുപ്പ് ഞാൻ ഉപയോഗിക്കില്ല. ഇവിടെ ബിജേച്ചി പൊടിയുപ്പും കല്ലുപ്പും ഉപയോഗിക്കലുണ്ട്. അവിടെ ഫ്രൈയിനകത്ത് കുറച്ച് പൊടിയുപ്പ് ഇട്ടു. അപ്പോൾ നമുക്ക് ഉള്ളി വഴണ്ടി വരുന്ന സമയത്ത് ഇവരെ നമുക്ക് ഈ കല്ലിലോട്ട് അങ്ങ് വെക്കാം. നല്ല മസാലയെല്ലാം തേച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാ നല്ല ഫ്രഷ് ഐഡിയ കേട്ടാ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മസാലയെല്ലാം നമുക്ക് ഇതിൻ്റെ നേരത്തങ്ങ് തേച്ചെടുക്കാം. വരുന്നുണ്ട്. ഇത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വാടി വരുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. മീനിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഇതവിടെ നല്ലോണം കൊണ്ടോട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് എരിവ് ചേർക്കാനുണ്ട്. മഞ്ഞൾ പൊടി, മുളക് പൊടി, നല്ല കാശ്മീരി, നല്ല കളറുണ്ട് കേട്ടോ കാശ്മീരി. കുറച്ച് വേറൊരു സാധനം ചേർക്കേണ്ടത് കുറച്ചേക്ക് ചേർക്കാം, ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ട് വെക്കാം. ഒരു ഭാഗം സൈഡ് അതിനെ നോക്കാം. അങ്ങനെ ആയിട്ടുണ്ട്. ഈ 3 അയിലക്ക് ഇത്രയൊന്നും മസാല പോരാ. പക്ഷെ ഇവിടെ ജിജേച്ചി മാത്രം ഒറ്റയ്ക്കേ ഉള്ളൂ, നമ്മൾ 3 മാത്രമേ ഇത് കഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് മസാല കുറച്ചാക്കിയത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 3 ഉള്ളിയും തക്കാളി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ കുറച്ചാളുള്ളതുകൊണ്ടാണ് ഈ കുറച്ച് ഉള്ളിയും തക്കാളി മാത്രം എടുത്തത്. ഇത് ഈ 3 അയിലക്ക് ഇത് പോരാ. പക്ഷെ നമുക്ക് ആൾ കുറഞ്ഞത് കൊണ്ടാണ് അത്ര കുറച്ചാക്കിയത് കേട്ടോ. ഈ സൈഡും കൂടി മുരിഞ്ഞ് വെക്കാം. അത് സമയത്ത് നമ്മുടെ തക്കാളിയും ഉള്ളിയും ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇങ്ങനെ വഴൻ്റെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മീൻ പൊരിച്ച പാത്രത്തിലാണ്. ഇതൊന്നും നമ്മൾ കളയൂല കേട്ടോ. ജിജേച്ചി പറഞ്ഞു ഇനി ഒന്നും കളയില്ലല്ലേ, നമ്മൾ എത്രയും കഷ്ടപ്പെട്ടിട്ട് പൊടിക്കും. ഞാനെല്ലാം ഉണക്കി പൊടിച്ചു വെക്കുന്ന സാധനം. അതുകൊണ്ട് മുളക് ഉണക്കുന്നീ കട്ട് ചെയ്യുന്നീ പൊടിക്കുന്നീ വിഷം വിചാരിച്ചാൽ ഒന്നും കളയില്ല. അപ്പോൾ ഇതാ എനിക്ക് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് കുറച്ചും കൂടി വെള്ളം ഇതിന് അനുസരിച്ചിട്ട് ഈ 3 അയില വറ്റിട്ടിങ്ങനെ വരുന്ന ഒരു വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് സാധനം ചേർത്തില്ല പുളി. നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്നതിന് നാരങ്ങനീര് ചേർക്കും. നാരങ്ങനീര് ഇല്ലാത്തതുകൊണ്ട് പുളി കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുളി നമുക്കിതിന് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഇനി ചേർക്കാനുള്ളത് മല്ലിപ്പൊടി.
ഇത് കുരുമുളക് പൊടി മല്ലിപ്പൊടി ചേർക്കാനുള്ള കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണം. ഇത് ഇടുന്നത് കാണിക്കൂ. ഇവരിത് ഇടേണ്ടത് കാണണ്ടേ? കാണുന്നുണ്ടോ? വെച്ചാൽ പിന്നെ ഇതില്ലേ ഇത് മല്ലിപ്പൊടി. വിജയിച്ചിൻ്റെ മല്ലിപ്പൊടിക്ക് കളർ കുറവാട്ടാ. എൻ്റെ തന്നെ നല്ല ബ്രൗൺ കളർ ഉണ്ടാവും. ഞാൻ നല്ലോണം വറുത്തിട്ട് മൂക്ക വറുത്തിട്ടാണ് ഞാൻ പൊടിക്കുക. വിജയിച്ചിൻ്റെ മല്ലിപ്പൊടിക്ക് കളർ കുറവാണ്. അപ്പോൾ ഇതാക്കിയാൽ കളർ കുറയും കേട്ടോ. ഒരു 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല കുറുകി വയറ്റി വന്നിട്ടുണ്ട്. ഇനി എന്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊരിച്ച അയില ഉണ്ടല്ലോ, പൊരിച്ച അയില നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1 2. നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ചെറിയ അയിലൊന്നുമല്ല കേട്ടോ, വളരെ ഭയങ്കര വലിയ അയിലയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മസാലയെല്ലാം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ചേർത്ത് വെക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പില. ഇതിൻ്റെ കൂടെ ഞാനൊരു സാധനം ഇട്ടിട്ടില്ല, അത് ഇടാൻ മറന്നുപോയി, അന്ന് ഇടിച്ചു വെച്ചെടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്ത ട്രിപ്പിൽ നമ്മൾ കടുവില്ലാത്ത മൂപ്പിച്ചിട്ട് വെളുത്തുള്ളി വരുന്നില്ല കേട്ടോ, വെളുത്തുള്ളി ഇടിച്ച് വെച്ച മറന്നുപോയി. അപ്പോൾ ഇതിലൂടെ വഴറ്റുമ്പോൾ നമ്മൾ ആ സാധനം ഉള്ളത്. പക്ഷേ ഇങ്ങനെ നമുക്ക് എന്താക്കണം, കുറച്ച് വെളിച്ചുണ്ടെങ്കിൽ നമുക്കിത് വഴറ്റിയിട്ട് ഇതിൻ്റെ ഇടാം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മറച്ചിടാം കേട്ടാ. ഇത് ശരിക്ക് പിന്നെ നമ്മൾ കൂട്ടാൻ പറ്റിയ ചോറിൻ്റെ പരാട്ടാ. എനിക്കിഷ്ടം ചോറിൻ്റെ കൂടെ കൂട്ടാനാണ് ഇതിൻ്റെ ചാറ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടുന്ന് കഴിക്കുക കിഴങ്ങും അയിലയും. അയില നമുക്കിനി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഉപ്പോ മുളകോ പുളിയോ. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് പറയട്ടെ എന്താണ്, ഇതിലെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്ക് ഇവിടെ നിന്ന് മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. കാരണം അതിൻ്റെ ടേസ്റ്റ് ഒന്നും കുറവില്ല കേട്ടോ. കാരണം ഞാൻ പിന്നെ മീൻ ഫ്രൈ ആക്കുമ്പോൾ നല്ലപോലെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ടേസ്റ്റ് ഒന്നും പോവില്ല. നല്ലത് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ട് വേണ്ട. നല്ല എണ്ണ തെളിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് ഇതാ ചിക്കൻ കറി വെച്ച പോലെയുണ്ട്. ഇതാ വേഗം പോയി തിന്നാൻ വേണ്ടിയിട്ട് ഇത് വെപ്രാടോ. നമുക്ക് മീനിന് ഏറ്റവും ആവശ്യമുള്ള സാധനം ഈ വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇടാൻ മറന്നു വരും നേരത്തെ. നമ്മൾ നല്ലോണം അപ്പോൾ ഈ ഉള്ളി ഇങ്ങനെ വരണ്ട് ബ്രൗൺ കളറായി ചേർത്ത് വെക്കാം. നമ്മൾ കിഴങ്ങ് പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ കിഴങ്ങിന് നമുക്ക് കുറച്ച് കടു, പൊട്ടുന്നുണ്ട്. കടു പൊട്ടുന്ന സമയത്ത് കറിവേപ്പില, കായ്മുളക് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മളിപ്പോൾ സാധാരണ മീനിന് കഴിക്കുന്ന സമയത്ത് ഇത് വറുത്തിടണമെന്നൊന്നുമില്ല. പക്ഷേ ഞാനൊരു ഫ്ലേവറിന് വേണ്ടി വറുത്തിടാം. അത് വെറുതെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കറി വേണ്ടാതെ തൊട്ടിട്ട് വെറുതെ തിന്നുന്ന സമയത്ത് ഇതുപോലെ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ അപ്പോൾ നല്ല അയില വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അത് ജീജേച്ചിനെ ഇവിടെ തിന്നിച്ച് നോക്കാം.
ജിജേച്ചിക്ക് കൊടുക്കാം. കിഴങ്ങ് ജിജേച്ചി തിന്ന് നോക്ക്. ഞാൻ അയില അങ്ങനെ കഴിക്കൽ കുറവാണ്, ഞാൻ ചെറിയ കഷ്ണേ കഴിക്കുള്ളൂ. എന്നാലും ടേസ്റ്റ് നോക്കും ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട്. എനിക്ക് അയിലോട് പൊതുവെ അത്ര ഇഷ്ടമില്ല, പക്ഷെ എങ്കിൽ ഉണ്ടാക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കറി വെച്ചാൽ ആരും ഉണ്ടാക്കി തന്നാൽ ഞാൻ ഒരു കഷ്ണം തോന്നും, പക്ഷെ ഞാൻ തന്നെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത് ഇഷ്ടമില്ല. അപ്പോൾ നമ്മളൊക്കെ ഇന്നത്തെ രാജ്യത്തെ ഭക്ഷണം ജിജേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ കഴിച്ചോക്ക്. എന്തെല്ലാം എൻ്റെ അടുത്ത് കുറവ് എന്തെല്ലാം വേണ്ടത് കൃത്യമായിട്ട് പറയണേ, ഒന്നും കുറച്ച് വെക്കണ്ട. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. അടിപൊളി, സൂപ്പർ. ഉപ്പുണ്ടാ കറക്റ്റാ? എരിവ് കുരുമുളകിന്റെ രുചിയില്ലേ? ഇതിന് കുറച്ച് കുരുമുളകാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. നിങ്ങളെ അനുസരിച്ചിട്ട് കുറച്ച് പൊടിമുളക് ഇടുക. അതായത് മീൻ പൊരിക്കുന്ന സമയത്ത് മുളക് എന്തായാലും ഉണ്ടാവും, കുരുമുളക് കൂടുതൽ ഇടുക. അതാണ് ഇതിന്റെ ടേസ്റ്റ്. ഞാനുണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എരിവ് കുരുമുളക് കുറച്ച് കൂടുതലുണ്ട്, എന്നാലും എരിവുണ്ട്, പക്ഷെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്. ചൂടോടെ തിന്നണം. ഇത് ചൂടോടെ നല്ല ടേസ്റ്റ്, തണിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന്റെ കഷ്ണമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.